ഹലോ, ഗുഡ് മോർണിംഗ്. പതിവ് പോലെ തന്നെ 5 മണിയുടെ അലാറവും വെച്ചിട്ട് ഒരു 5:30 കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് ഒരു ലക്കുമില്ലാതെ വന്ന് നിൽക്കുന്നതാണ് കേട്ടോ. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ചെറിയ രീതിയിൽ രാത്രിയിലൊക്കെ തണുപ്പ് രാത്രിയിലല്ല രാവിലെയും വൈകിട്ടും ഒക്കെ തണുപ്പുണ്ട്. അപ്പോൾ ആ കമ്പിളിക്കകത്തു നിന്നൊക്കെ ഇറങ്ങി വരാൻ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ അരിപ്പൊടിയൊക്കെ നന്നായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട്. പിന്നെ അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് അതൊക്കെ ഒന്ന് കുഴച്ച് വെച്ചു. ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് അങ്ങ് അടപ്പയിലോട്ട് വെച്ചിട്ടു. കുറേ നാളായി ഞാൻ ഇടിയപ്പവും കിഴങ്ങറിയൊക്കെ ഉണ്ടാക്കിയിട്ട്. ഇപ്പം ഈ തണുപ്പ് തുടങ്ങിയത് പിന്നെ ഈ ദോശ ഇഡലിയൊക്കെ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം കുറച്ച് അരിപ്പൊടിയൊക്കെ ഇങ്ങനെ പിന്നെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇടിയപ്പമോ പുട്ടോ ഒക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അത് അടപ്പിലോട്ട് വെച്ചിട്ട് ഞാൻ നോക്കിയത് സ്റ്റൗ കത്തിച്ചിട്ടുണ്ടാണെന്നാണ്. പലപ്പോഴും എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ അടപ്പിൽ വെച്ചിട്ട് കുറേ നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ സ്റ്റൗ ഓഫായിട്ടിരിക്കുന്നത്. അങ്ങനെ നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ഒരാൾക്ക് ബർഗർ മതിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇന്നലെ ഫ്രോസൻ്റെ ആലു ടിക്കി മേടിച്ചിട്ടുണ്ടായിരുന്നേ. അത് ഫ്രൈ ചെയ്യാനായിട്ട് എടുത്ത് നോക്കിയപ്പോൾ അതെല്ലാം കൂടെ പൊടിഞ്ഞിരിക്കുന്നു. പിന്നെ ഞാനെല്ലാം കൂടെ തട്ടിയിട്ടിട്ട് ഒന്നുകൂടെ ഇച്ചിരി അരിപ്പൊടിയും കൂടെ ഒക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ആ ഒരു ഷേപ്പിലാക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും കിഴങ്ങറിയൊക്കെ ആയിട്ടുണ്ട്. കിഴങ്ങറിക്ക് ഞാൻ എന്നും വിചാരിക്കും മഞ്ഞപ്പൊടി ഇടാതെ കിഴങ്ങറി വെക്കണമെന്ന്. പക്ഷേ എന്നും അങ്ങ് മറന്നു പോവുകയാണ്. അങ്ങനെ കിഴങ്ങറിയും ഇടിയപ്പവും ഒക്കെ റെഡിയായി. പെട്ടെന്ന് തന്നെ ഇന്ന് ഒരുപാട് ലേറ്റായി കേട്ടോ. അപ്പം ഞാൻ കൊണ്ടാക്കാമെന്ന് വിചാരിച്ചു. പോയ വഴിക്ക് നല്ല മഞ്ഞായിരുന്നു കേട്ടോ. ഇത്രയും പ്രതീക്ഷിച്ചില്ല മഞ്ഞുണ്ടെന്ന്. വീട്ടിനകത്ത് ഇന്നപ്പോൾ ഇത്രയും തണുപ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് നല്ല മഞ്ഞും നല്ല തണുപ്പും വന്നത് കേട്ടോ. ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാനാണെങ്കിൽ സ്വെറ്ററൊന്നും ഇട്ടില്ല. ഒരു ഷോള് മാത്രം എടുത്തിട്ടുകൊണ്ടാണ് വന്നത്. ഇങ്ങനെ കാറ്റടിച്ചപ്പോൾ എൻ്റെ താടിയൊക്കെ കിടുകിടാ കിടന്ന് വിറയ്ക്കുന്നുണ്ട് കേട്ടോ.